അതുപോലെ ഖബർ സിയാറത്തിൻ്റെ കാര്യം, ബർക്കത്തെടുക്കുന്ന കാര്യം ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മിമ്പർ തൊട്ടിട്ട് ബർക്കത്തെടുത്തിട്ട് നമ്മളൊക്കെ മമ്പറത്തൊക്കെ കബറിങ്ങ തൊട്ടിട്ട് ഇങ്ങനെ ചെയ്യണമാതിരി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യും. അപ്പം ഇന്നിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഏത് ഹദീസും വഹാബി വിശദീകരണം കിട്ടുക. അതൊരു സ്ഥാപിതായ സംഗതിയല്ല എന്നവരാരും പറഞ്ഞിട്ടില്ല. സംഗതി ഉള്ളത് തന്നെയാണ്. അവർ പറയണത് ഇബ്നു ഉമർ തങ്ങളല്ലാതെ ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അവരുടെ ന്യായം അതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരാ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഹദീസ് പഠിച്ച, നബി തങ്ങളുടെ കൂടെ തൗഹീദ് പഠിച്ച, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആവാഹിച്ച അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അതല്ലേ അതിൻ്റെ വസ്തുത. ഒരിക്കൽ മർവാന് മദീനയിലേക്ക് വന്ന സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വന്നപ്പോൾ നബി തങ്ങളുടെ ഖബറിൽ ഒരാളിങ്ങനെ തല വെച്ചിരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ആരാണ്? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിശുദ്ധ ഖബറിൽ തലവെച്ചത് ഭരണാധികാരിക്കാണ്. ഇതൊക്കെ മാതൃകയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തിനനുസരിച്ചാണ് തൗഹീദും ശിർക്കുമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബിമാരുടെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ പറയുമ്പോൾ വ്യാപകമായി പുത്തനാശയക്കാർ പറയുന്നത് അഭൗതികമായ ശക്തിയുണ്ട് എന്ന് മഹാന്മാരെ കുറിച്ച് വിശ്വസിക്കുന്നതേ ശിർക്കാണ്. യാഗോസ് മൊഹീദ്ദീൻ വിളിക്കൊന്നും വേണ്ട, ബഗ്ദാദിലിരുന്നിട്ട് മഹാനവറുകൾ ഇത് കേൾക്കുന്ന വിശ്വസിച്ചാൽ തന്നെ ശിർക്കാകും. വിളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രചരിപ്പിക്കാറുള്ളത്. അങ്ങനെയാണ് പ്രചരിപ്പിക്കാറുള്ളത്. ദൂരെ നിന്ന് കേൾക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഈ വാദം തന്നെ ഇസ്ലാമിൻ്റെ രീതിയോട് എതിരാണ്. കാരണം ഒരു സത്യവിശ്വാസി ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് എന്നാണ് കരുതുന്നത്. അള്ളാഹുവിൻ്റെ വലിയൊരു വിശേഷനാണ് ഈ ദൂരത്ത് നിൽക്കൽ എന്ന് തോന്നിപ്പോകും ഇവരുടെ പ്രസംഗം കേട്ടാൽ. നീ ഇബാദത്ത് എടുക്കുമ്പോൾ നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നിസ്കരിക്കുക, ഇബാദത്ത് എടുക്കുക. ഇതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഇഹ്സാൻ. ദൂരെ അള്ളാഹുവിനെ അടുത്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ദൂരേന്ന് കേൾക്കാനുള്ള കഴിവ് അത് അള്ളാഹുവിന് മാത്രമേ ഉണ്ടാകൂ എന്ന രീതിയിലാണ്. അഭൗതികമായ എത്ര കഴിവുകളാണ് മഹാരഥന്മാരായ നബിമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. ഇത് എപ്പോഴെങ്കിലും ഉണ്ടാകുന്നൊരു മുഅ്ജിസത്തല്ല. അള്ളാഹു സുബ്ഹാനഹു അദ്ദേഹത്തിന് അതാഇയായി നൽകിയതാണ്. ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ തിന്നുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നു. വീട്ടിൽ സൂക്ഷിച്ചു വെച്ചതും. വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് അറിയാന്ന് പറഞ്ഞാൽ അത് അടുത്തുനിന്നല്ലല്ലോ നോക്കണത്, ദൂരത്തുനിന്നല്ലേ. വീടെത്രയോ അകലെയാണ്. ആ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ദൂരേന്ന് കാണുക എന്നുള്ളത് ഇലാഹാകുവാനുള്ള യോഗ്യതയാണെങ്കിൽ എങ്ങനെയാണ് ഒരു നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകുക? അവിടേക്ക് ഇതൊക്കെ പറയുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ബിഇദ്നില്ല, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, ബിഇദ്നില്ല, ഞാൻ രോഗികൾക്ക് ശിഫ നൽകുന്നു, ബിഇദ്നില്ല. ബിഇദ്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വഖൗലുഹു ബിഇദ്നില്ല റഫഉൻ ലിതവഹ്കുമി മൻ ഇഅ്തഖദ ഫീഹിൽ ഇലാഹിയ. ഈസാ നബി അലൈഹിസ്സലാമിൽ ദിവ്യത്വം കൽപ്പിച്ച ആളുകളെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബിഇദ്നില്ല എന്ന് വിശ്വസിച്ചാൽ അതിൽ ഇലാഹിയത്ത് വരില്ല. മമ്പറ തങ്ങളെക്കുറിച്ചും മുഹിദ്ദീൻ ഷേഖ് തങ്ങളെക്കുറിച്ചും നബിതങ്ങളെക്കുറിച്ചും ബദരീങ്ങളെക്കുറിച്ചൊക്കെ ഈ ഇരിക്കുന്ന നമ്മളൊക്കെ സിയാറത്ത് ചെയ്യുന്ന ആളുകളാണ്. നമ്മളൊക്കെ ബദരീങ്ങളെ വിളിക്കുന്ന ആളുകളാണ്. എന്താ നമ്മുടെ വിശ്വാസം? അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മുഹിദ്ദീൻ ഷേഖ് തങ്ങൾക്ക് ചെറുവിരൽ ഉണർത്താൻ അള്ളാഹുവിൻ്റെ സമ്മതം വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ നമ്മളെ സുന്നി പ്രസ്ഥാനം അന്ന് മുഷാവറ കൂടിയിട്ട് ഫത്വ കൊടുക്കും, അത് മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ വല്ല അർത്ഥം ഇതൊന്നുമില്ല. ഇവിടെ എത്രയോ ആളുകളുണ്ട് പറയുമ്പോൾ വലിയ ജോറിൽ മുശ്രിക്കാണ്, വൃത്തതാണെന്നൊക്കെ പറയും.
എന്നിട്ട് അറുത്ത് കഴിക്കുന്നിടത്തോ അനന്തരാവകാശം സ്വീകരിക്കുന്നിടത്തോ മറ്റു കാര്യങ്ങളിലൊന്നും അതില്ല. കല്യാണം കഴിക്കുന്നിടത്തുമില്ല. സുന്നി കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കും. അതെങ്ങനെ നടക്കാം? അപ്പോൾ പറയുന്ന കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല എന്നുള്ളതാണ് നമുക്കെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നമ്മുടെ വിശ്വാസം അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടെയാണ് ഈ മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഇലാഹിയത്ത് വരില്ല എന്ന് തീർത്ത് മഹാന്മാർ പഠിപ്പിക്കാം. അല്ല, ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമ്മതമില്ലാതെ മമ്പറം തങ്ങൾക്കോ മുഹിദ്ദീൻ ശൈഖ് തങ്ങൾക്കോ റസൂലുള്ളാഹിക്കോ ബദരീങ്ങൾക്കോ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പറയാൻ സുന്നി പണ്ഡിതന്മാർക്കോ പ്രഭാഷകർക്കോ ഒരു മടി ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരുടെ കഴിവുകളെക്കുറിച്ച് റൂഹുൽ മആനിയിലും മുല്ലാ അലി അൽകാരിയുടെ മിർകാത്തുൽ മഫാത്തിഹിലും ഇമാം റാസിയുടെ തഫ്സീറിലൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇബാദത്ത് ചെയ്ത് സുന്നത്തുകളിലൂടെ അള്ളാഹുലേക്ക് അടുത്താൽ ദൂരെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു അടുപ്പിച്ച് കാണിച്ചു കൊടുക്കും. നമ്മൾ ഇരിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ്. ബാപ്പുട്ടി ഉസ്താദിൻ്റെ അനുഭവങ്ങൾ, പൂക്കോയത്തങ്ങളുടെ അനുഭവങ്ങൾ, മറ്റൊരുപാട് മഹാരഥന്മാരുടെ അനുഭവങ്ങൾ. ഇപ്പോൾ അനുഭവങ്ങൾ ഉൽപ്പതിഷ്ണുകൾക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ. വിശ്വവിഖ്യാതനായ ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു, കുൽദീപ് നയ്യാർ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ മാധ്യമ ആഴ്ചപ്പതിപ്പിലൊരു അഭിമുഖം വന്നിരുന്നു. അഭിമുഖം നടത്തിയത് ഒ അബ്ദുറഹ്മാൻ സാഹിബാൻ. ഖബർ പൂജ എന്നുള്ള പുസ്തകം എഴുതിയ വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ അഭിമുഖം നടത്തുന്ന കൂട്ടത്തിൽ കുൽദീപ് നയ്യാറിനോട് ചോദിക്കാൻ, നിങ്ങൾ വിശ്വാസിയാണോ? അപ്പോൾ കുൽദീപ് നയ്യാർ പറയാം, ഞാൻ വിശ്വാസിയൊന്നുമല്ല, പക്ഷെ എന്നെ ഒരു കാര്യം വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ നാട് സിയാൽകോട്ടാണ്. ഇന്ത്യ വിഭജിച്ചപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് വന്നതാണ്. 1975-76 അടിയന്തരാവസ്ഥ ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി എന്നെ അറസ്റ്റ് ചെയ്തു. ജയിലിൽ കിടക്കുന്നതിനിടയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? സിയാൽകോട്ടിലെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ദർഗയിൽ ഒരു വലിയ വന്നിട്ട് മഹാന് വന്നിട്ട് എന്നോട് പറയാണ്, നിങ്ങൾ അടുത്ത വ്യാഴാഴ്ച മോചിതനാകും. ഞാനതൊരു പാഴ്സ്വപ്നമായിട്ടാണ് കണ്ടത്. വെള്ളിയാഴ്ച രാവിലെ ഉണർന്നെണീറ്റപ്പോൾ ജയിലുദ്യോഗസ്ഥന്മാർ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മോചനം വന്നിട്ടുണ്ട്, ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അത് ഇന്ന് വന്നതാണോ ഇന്നലെ വന്നതാണോ? അല്ല, വ്യാഴാഴ്ച ഇന്നലെ തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങളത് പറയാൻ വേണ്ടി വന്നപ്പോൾ താങ്കൾ ഉറങ്ങിപ്പോയിരുന്നു, അതുകൊണ്ട് രാവിലെ വന്ന് പറയുകയാണെന്ന് പറഞ്ഞു. ഇത് മാധ്യമാഴ്ച പതിപ്പിൽ എഴുതിയതാണ്. സുന്നി അഫ്കാറിലും സത്യധാരിയിലൊന്നുമല്ല. എഴുതിയ ആൾ അബ്ദുറഹ്മാൻ സാഹിബാണ്. ഇന്നും എൻ്റെ കയ്യിൽ ആ കോപ്പിയുണ്ട്, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അനുഭവമുള്ള ഒരുപാട് ആളുകൾ. IPH പുറത്തിറക്കിയ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചുള്ള പുസ്തകത്തിൽ ഷാഫി ഇമാം പറയുന്നുണ്ട്, ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വപ്നം കണ്ടു. നബി തങ്ങൾ എന്നോട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ മുഹമ്മദാണ്. ഏത് മുഹമ്മദ്? നിങ്ങളാൾ തന്നെയാണ് ഞാൻ. എന്നാൽ വായ തുറക്കുകയെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധമായ തുപ്പുനീര് വായിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലുള്ളത് ഉൽപ്പതിഷ്ണുക്കൾ പുറത്തിറക്കിയ പുസ്തകത്തിലാണ് ഞാൻ വായിച്ചത്. അത് വസ്തുതയാണ്. എന്തുകൊണ്ട്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റു ഇമാമുമാരെക്കാൾ ഭാഷാ നൈപുണ്യം കൊണ്ട് മുന്നിൽ നിന്നു എന്നതിൻ്റെ ഉത്തരമായിട്ട് മഹാന്മാരൊക്കെ പറയുന്നത് ഈ കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബർക്കത്താണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ വഴി മഹാന്മാരുടെ വഴിയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ സിയാറത്ത് സ്വാലിഹീങ്ങളുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനത്തിൽ ഉസ്താദുമാരുടെ ഒക്കെ മക്ബറകൾ സിയാറത്ത് ചെയ്തത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മനസ്സിലാക്കാത്തൊരു തൗഹീദ്, ഇമാം നവവി തങ്ങൾക്ക് മനസ്സിലാക്കാത്തൊരു തൗഹീദ്, അതാണോ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്? യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി.
ഈ വരി ലോക മുസ്ലിങ്ങൾ വ്യാപകമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബുർദ ഷരീഫിലുള്ളതാ. ഇഷ്കിൽ മുങ്ങിക്കുളിച്ച കാവ്യം, ഇഷ്ക് വഴിഞ്ഞൊഴുകുന്ന കാവ്യം.